أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد شفيع المذنبين وعلى آله وصحبه الفائزين أما بعد فإن خير الكلام كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. ഏറ്റവും സ്നേഹമുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദരന്മാരെ, വളരെയേറെ അനുഗ്രഹീതമായ ഒരു സദസ്സും വിഷയവുമാണിതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുഹീദ്ദീൻമാല എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ തന്നെയാണ്. ദീനിനെ അത് ജീവിപ്പിക്കുന്നു, ദീനിനെ ഹയാത്താക്കുന്നു എന്നുള്ള ആ പേര് ശരിക്കും അന്വർത്ഥമാക്കും വിധത്തിലാണ് അതിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആരംഭിച്ച കാലത്ത് നമ്മുടെ ശത്രുക്കൾ, ആശയശത്രുക്കൾ, ആശയത്തിൻ്റെ ശത്രുക്കളെ നമുക്കുള്ളൂ, അല്ലാത്ത ഒരു ശത്രുവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ നാം പറയുകയാണെങ്കിൽ അവർ നമ്മളെയും ശത്രുക്കളായി കാണും. അപ്പം അത് വിടുക. ആശയത്തിൻ്റെ ശത്രുക്കൾ ഈ മുഹീദ്ദീൻമാലയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞത് അത് പിന്നെ അറബി മലയാളമാണ്, ശരിക്കുള്ള മലയാളമല്ല. അറബി മലയാളമാണെങ്കിൽ തന്നെ ശരിക്കുള്ള അറബി മലയാളവുമല്ല എന്ന് പറഞ്ഞു. ഭാഷാപരമായി നമ്മെ എതിർത്തു. ഇത് പഴയ ഭാഷയാണ്, അതുകൊണ്ട് ഇത് ഈ സമൂഹത്തിന് പറ്റില്ല എന്ന നിലക്കാണ് അവർ സംസാരിച്ചതും ഒക്കെ. വാസ്തവത്തിൽ ഭാഷകൾ എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് നീങ്ങും തോറും പുതിയ പുതിയ പ്രയോഗങ്ങളും പുതിയ പുതിയ വാക്കുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. പല രൂപത്തിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഖുർആനിൽ തന്നെ 7 ഖിറാത്തുകൾ ഉണ്ടല്ലോ, 10 ഖിറാത്തുണ്ട്. 7 ഖിറാത്ത് വളരെ പ്രസിദ്ധമാണ്. ചില അക്ഷരങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പലതും. ഇപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സെഡിൻ്റെ ശബ്ദം അല്ലെങ്കിൽ സാൻ്റെ ശബ്ദത്തിൽ ഉള്ള ഓത്തുണ്ട്. അപ്പം അതൊന്നും ഇപ്പോൾ ഖുർആൻ്റെ ഭാഷാപരമായ തകരാറുകളല്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന, അത് തന്നെ അഭ്യസ്ത വിദ്യർ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. വേറെയുമുണ്ട്, പക്ഷേ ഇംഗ്ലീഷാണ് ഏറ്റവും മുന്നിൽ എന്ന് പറയാം. നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ആംഗ്ലേയ ലോകത്തിൻ്റെ ആരാധ്യനായ ഷേക്സ്പിയർ വില്യം ജൂലിയസ് സീസർ എന്നൊരു പുസ്തകം എഴുതി. അതുപോലെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന പുസ്തകവും എഴുതി. അന്നത്തെ ഏറ്റവും ഉയർന്ന ഇംഗ്ലീഷിൻ്റെ ശൈലിയിലാണ് അദ്ദേഹം എഴുതിയത്. അത് 16-17 നൂറ്റാണ്ടിലാണ്. എന്നാൽ 18-19 നൂറ്റാണ്ടിൽ ബെർണാഡ് ഷാ അതേ വിഷയങ്ങൾ സംബന്ധിച്ച് എഴുതുകയാണ്.
നോവലും മറ്റും എഴുതുകയാണ്, കഥകളുമൊക്കെ. അപ്പോൾ ബർണാഡ് ഷാ പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് ബുദ്ധിക്കും എൻ്റെ ചിന്തക്കും സുഖമില്ലാത്ത അവസരത്തിൽ ഞാനിത് എഴുതിയത് കൊണ്ട് ഷേക്സ്പിയറുടെ ഭാഷയിലേ നിങ്ങൾക്കിത് കാണാൻ കഴിയൂ. ഇതാണ് ഇംഗ്ലീഷിൻ്റെ അവസ്ഥ. അപ്പോൾ പുതിയ മാറ്റങ്ങൾ സംഭവിക്കും. അതിൻ്റെ പേരിൽ ആദ്യത്തത് മോശമാണെന്ന് വരില്ല. ആരാ? ഷേക്സ്പിയർ. അപ്പോൾ എനിക്ക് ബുദ്ധിക്കും ചിന്തക്കും സുഖമില്ലാത്ത സമയത്ത് എഴുതിയതിനാൽ ഷേക്സ്പിയറുടെ ഭാഷയിലേ നിങ്ങൾക്കിത് കാണാൻ കഴിയുമെന്ന്. ഷേക്സ്പിയർ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അറിയാം വിവരം. അപ്പോൾ ഇത് ഭാഷൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ മുയ്യിദ്ദീൻമാലയിൽ ഇപ്പോൾ ആദ്യത്തെ ആ വരി അള്ളാ തിരുപേരും, അവിടെ അള്ളാ തിരിപ്പേരും എന്നാണ് പല കോപ്പികളിലുമുള്ളത്. അള്ളാ തിരുപേരും എന്നും കാണാം, അള്ളാ തിരിപ്പേരും. അപ്പോൾ അവർ പറഞ്ഞത് ആകെ തിരുപ്പന്നെയാണ്. ഇതാകെ തിരുപ്പന്നെയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇതിൽ ഞാൻ വ്യാഖ്യാനിച്ചതിൽ തിരുപേരും എന്ന നിലക്കാണ് വ്യാഖ്യാനിച്ചത്. അതേ സമയത്ത് ഇതിൻ്റെ പല കോപ്പികളിലും തിരിപ്പേരും എന്നുണ്ട്. അപ്പോൾ തിരിപ്പേരും എന്ന് പറഞ്ഞാൽ തിരി എന്ന് പറഞ്ഞാൽ മെഴുകുതിരി, ചന്ദനത്തിരി, നാം ചിമ്മിണി വിളക്കൊക്കെ കത്തിക്കുമല്ലോ, അതിൻ്റെ പിന്നെ ശീല കൊണ്ടുണ്ടാക്കുന്ന തിരി. ആ തിരി യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. ആ തിരുമ്മൽ പിന്നെ തീ കത്തുന്നു, പ്രകാശിക്കുന്നു. അത് പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അത് അല്ലാഹു തആലയും അങ്ങനെ തന്നെയാണ്. എല്ലാ പ്രകാശങ്ങളുടെയും ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് പടച്ചവൻ. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് പറയുന്ന ആയത്ത്. അല്ലാഹു ആകാശ ഭൂമിയിലുള്ള പ്രകാശമാണ്. അപ്പോൾ തീ എന്ന് പറയുന്നത് നമ്മൾ കത്തിക്കുന്ന ഈ തിരി, അത് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നതാണ്. അഥവാ അള്ളാഹുവിൻ്റെ പേരവിടെയാണ്. അപ്പോൾ അള്ളാഹ് തിരിപ്പേരെന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൽ എല്ലാം തുടങ്ങുന്ന, എല്ലാം പ്രകാശിപ്പിക്കുന്ന അള്ളാഹ് എന്ന ആ പേരുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അള്ളാഹ് തിരുപേരെന്ന് പറഞ്ഞാൽ പിന്നെ സംശയമില്ല, അള്ളാഹിൻ്റെ മഹത്തായിട്ടുള്ള ആ പേര് എന്നുള്ളതാണ്. പിന്നെ തുതിയും സലാവാത്തും. തുതി എന്ന് പറഞ്ഞാൽ സ്തുതി, പഴയ ഭാഷയാണ് തുതി. തുതി എന്ന് പറഞ്ഞാൽ രണ്ടും തായാണ്, തലയിലുള്ള തായാണ് തുതി. പക്ഷേ ഇപ്പോൾ പിന്നെ മുഹിദ്ദീൻമാലയിൽ ഇപ്പോൾ നാം കാണുന്ന തുതി മറ്റേ ദിവസം എന്നുള്ള ദാ ഉണ്ടല്ലോ, അതിലുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പം ഇതും കുറ്റം പറയാൻ പറ്റില്ല, തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഭാഷയിൽ നേരത്തെ അങ്ങനെയാണ്. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ലോകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞകാല മുസ്ലിങ്ങൾ ചെയ്ത, അവരുടെ നേതാക്കൾ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ അടിസ്ഥാനപരമായ സംഭവം അത് അറബി മലയാളം ഉണ്ടാക്കി എന്നുള്ളതാണ്. അറബി മലയാളം അവരുണ്ടാക്കി. അതുകൊണ്ട് മലയാളം അറിയുന്നവർക്കൊക്കെ പിന്നെ അതിൻ്റെ അക്ഷരം വായിച്ചാൽ മതി. ഇസ്ലാം മതം ഇവിടെ വന്നപ്പോൾ മുസ്ലിങ്ങളും മറ്റുള്ളവരും കൂടി അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇവിടെയുള്ള കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അവർക്ക് ബാങ്കും ഇഖാമത്തും നിസ്കാരം ഫാത്തിഹയും മറ്റും കുനൂത്തും മറ്റുമൊക്കെ അവർക്ക് പഠിക്കണം. അതിനുള്ള ശ്രമം അവിടെ അന്നത്തെ മുസ്ലിങ്ങൾ, അന്നത്തെ നേതാക്കൾ നടത്തി. അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാനുള്ള അറബി മലയാള സാഹിത്യത്തിൽ ഏറ്റവും ആദ്യമായത് എന്ന നിലക്ക് കണ്ടുകിട്ടിയത് മുഹിദ്ദീൻമാലയാണ്. ഈ മുഹിദ്ദീൻമാലയും അവർ പാടി.
അവിടെ എന്താ പ്രശ്നം? തൊട്ടടുത്ത് ഹൈന്ദവ സുഹൃത്തുക്കൾ, അവരെ വീട്, അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ മുസ്ലിങ്ങൾ താമസിക്കുന്നു. ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വിവരമൊന്നുമില്ല. ഇപ്പുറത്ത് ഹൈന്ദവർ അവരുടേതായ മഹാഭാരതവും മറ്റൊക്കെ പാടുന്നു. അത് മലയാളത്തിലേക്ക് നമ്മുടെ എഴുത്തച്ഛൻ കൊണ്ടുവന്നു. അതെല്ലാം ഈ മൊയ്‌ദ്യമാല ഇറങ്ങുന്ന ഏതാണ്ട് സമയത്താണ്. എഴുത്തച്ഛൻ്റെ അത് പ്രസിദ്ധീകരിക്കുന്നത് മൊയ്‌ദ്യമാലയ്ക്ക് ശേഷമാണെങ്കിലും അതിൻ്റെ പണിയും എല്ലാം അതിൻ്റെ മുമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീട്ടിൽ രാമായണം പാടുമ്പോൾ ഈ വീട്ടിൽ ഉള്ളവർക്ക് അത് പാടാൻ പറ്റില്ല. അവർക്ക് എന്ത് പാടണം? പ്രതിരോധം എന്ന നിലക്കല്ല, അവർ ചെയ്യുമ്പോൾ നാം വെറുതെ ഇരിക്കാൻ പാടില്ല, എന്നാൽ അവർ ചെയ്യുന്നത് നമുക്ക് പാടാനും പാടില്ല. അങ്ങനെ അവിടെ അയൽവാസികൾ രാമായണവും മറ്റും ഒക്കെ പാടുന്ന സമയത്ത് നമ്മുടെ ആളുകൾക്ക് പാടാനുള്ളതാണ് മൊയ്‌ദ്യമാല എന്ന് പറയുന്നത്. അന്നിവിടെ LP ഇല്ല, UP ഇല്ല, ഹൈസ്കൂളില്ല, കോളേജില്ല, റിസർച്ചില്ല, ഒന്നുമില്ല. ഈ കാണുന്ന ഭൂമി മാത്രമേ ഉള്ളൂ. പിന്നെ അയൽവാസികൾ ഇവർ, അതിൻ്റെ തൊട്ടടുത്ത് നാം. അങ്ങനെയാണ് അന്നത്തെ ലോകം മുഴുവനും, കേരളം മുഴുവനും. അവരെന്താ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്? അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് പാടുകയാണ്. എന്താ പാടുന്നത്? നെറുനാരിമാരിൽ ഉയർന്ന രാഗവും എതിരിടുന്നോർക്ക് ഭയങ്കരത്വവും. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ. അതേസമയത്ത് എതിരിടുന്നവർക്ക് ഭയങ്കരത്വം. അദ്ദേഹത്തെ എതിർക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ഇത് നമുക്കും അതിൻ്റെതായ ആശയങ്ങളുണ്ട്, എതിർക്കാനല്ല. പിന്നെ നിങ്ങളെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ത്രീകളാണ്. കാരണം അവരാണ് ഉമ്മമാർ, അവരാണ് ഉപ്പമാരെ പ്രസവിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ് ശരിയാണ്. അതേസമയത്ത് എതിരിടുന്നവർക്ക് ഭയങ്കരത്വം, അതും നമുക്കത്രേ പറയാനുണ്ട്. അപ്പോഴാണ് ഇപ്പുറത്ത് അവരവിടെ അപ്പുറത്ത് പാടുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ആളുകൾക്ക് പാടാനുള്ളതാണ്. പിന്നെ ഭൂമി ഒരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. ശ്രീകൃഷ്ണന്റെ ചരിത്രത്തിലുണ്ട്, ആക്രമിക്കാൻ കൊമ്പനാന വന്നപ്പോൾ ആനയുടെ കൊമ്പ് പിടിച്ചിട്ട് ചുഴറ്റി അന്തരീക്ഷത്തിൽ എറിഞ്ഞുപോയി. അതൊക്കെ പാട്ടിലുണ്ട്. ഇപ്പുറത്തുള്ള നമ്മുടെ ഒന്നും അറിയാത്ത മുസ്ലിം അത് കേൾക്കുമ്പോൾ ആ പൈതൃകൾക്ക് തന്നെ ആകർഷിക്കും. അപ്പോഴാണ് ഇവിടെ കൊമ്പനാനയുടെ കാര്യം മാത്രമല്ല, ഭൂമി ഒരുണ്ട പോലെ എൻ കയ്യിലെന്നോ, ഭൂമിയെല്ലാം കൂടി വസമാവാത്തും മത്തുവിയാത്തും യമീനിഹിയാണ്, ഭൂമിയെല്ലാം കൂടി തൻ്റെ കയ്യിൽ. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ, എനിക്കൊരു കാലെടുത്ത് വെക്കാനേ ഭൂമിയുണ്ട് എന്ന് മൊയ്‌ദീൻ ശേഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത് അന്ന് ഒരു പ്രതിരോധമായിരുന്നു. ആ പ്രതിരോധം ആരെയും ശത്രുക്കളായി കണ്ടിട്ടല്ല, ആശയത്തിൻ്റെ പേരിലുള്ള പ്രതിരോധമായിരുന്നു. ഇതാണ് മൊയ്‌ദ്യമാലയെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അക്ഷരങ്ങളുടെ മാറ്റം. ഇപ്പോൾ വേദാംബർ എന്ന് പറഞ്ഞാൽ പിന്നെ മലയാളത്തിൻ്റെ വലിയ ഭാഷാഗ്രന്ഥങ്ങൾ, ശബ്ദധാരാവലി പോലുള്ള പഴയ ഗ്രന്ഥങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ ഗ്രന്ഥങ്ങളുമൊക്കെ നോക്കുമ്പോൾ വേദാംബർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എന്ന് ആ പിന്നെ ഭാഷാ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ സാധിക്കും.
വേദാംബർ, വേദം പറയുന്നവർ. വേദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ. അപ്പോൾ വേദാംബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരർത്ഥം മുഹമ്മദ് നബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡിക്ഷണറി ശബ്ദധാരാവലി ഒക്കെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും വേദാംബർ. അപ്പോൾ ഇവിടെ വേദം അത് ആ നിലക്ക് മുസ്ലിമീങ്ങൾ ആ നിലക്കുള്ള ഒരാശയം പഴയ കാലത്ത് ഇവിടെ സ്ഥാപിച്ചു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് വേദാംബർ. പക്ഷെ നമ്മൾ ഇവിടെ അത് മൊഹീദ്ദീൻ മാലയിൽ അത് വന്നപ്പോൾ വേദാംബർ എന്നാണ് കാണുന്നത്. വേ എന്നുള്ളത് ബേ എന്നാണ് കാണുന്നത്. അത് അക്കാലത്തുള്ള മാറ്റങ്ങളാണ്, ഓരോ കാലത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളാണത്. ആ മാറ്റങ്ങൾ വാസ്തവത്തിൽ ഒരു പരാജയമല്ല, മാറാതിരിക്കുന്നതാണ് പരാജയം. ഭൂമിതലത്തിന്മേൽ ദീനെ നടത്തുവാൻ വേദാംബർ തമ്മൂടെ ആള് ഞാനെന്നോ ഷേഖ് റളിയല്ലാഹു തആല പറഞ്ഞു. ഭൂമി തനത്തുമേൽ ദീനെ നടത്തുവാൻ, ഭൂമിയിൽ ദീൻ നടത്താൻ വേദാംബർ തന്നൂടെ ആള് ഞാൻ എന്നവർ. അവിടെ വേദാംബർ എന്നാണ് ഇപ്പം നമ്മൾ പറയുന്ന ആദ്യം പറഞ്ഞ രൂപത്തിൽ. മാലയിൽ വേദാംബർ എന്നാണ് കാണുന്നത്. അത് അക്കാലത്തുള്ള മാറ്റങ്ങളായിരിക്കും. ആ ചില പദങ്ങൾ അങ്ങനെ തന്നെ അതിൻ്റെ ആദ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഖുർആൻ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അത് സാന്ദർഭികമായി ഉണ്ടായിത്തീരുന്നതാണ്. അത് ഭാഷക്ക് അതിലൊരു പോരായികയൊന്നുമില്ല. എല്ലാ ഭാഷകളിലും ഉണ്ടാകുന്നതാണ്. ഉച്ചാരണത്തിലും മറ്റും ഒക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എല്ലാം വളരെ നിലയ്ക്ക് വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ട ഇംഗ്ലീഷിലാണ് ഹൂ ആർ യു എന്ന് പറയും. ഹൂ ആർ യു. അമേരിക്കക്കാരൻ എന്ന് പറയും. ആ കൊള്ളിക്കഴിഞ്ഞ് വായിലിട്ടിട്ട് ഉണ്ടാകുമ്പോൾ ചൂട്, അതിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ശൈലികളാണ്, അതൊക്കെ പ്രയോഗങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് മൊഹീദ്ദീൻ മാല നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടേതായ ആ പ്രത്യേക സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളാണ്. നമുക്കറിയാം മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തവർ. റമളാൻ്റെ 30 ദിവസവും മുല കുടിക്കേണ്ട 1-2 വയസ്സുള്ള ടൈമുണ്ടല്ലോ, ആ ടൈമിൽ പകൽ മുല കുടിച്ചിട്ടില്ല. അതൊന്നും ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്രമാണങ്ങൾക്കെതിരല്ല. പ്രമാണങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം കുട്ടിയാണല്ലോ, കുട്ടിക്ക് മുല കൊടുക്കണം. അപ്പോൾ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ ഉമ്മായിലേക്ക് തന്നെ തിരിച്ചേക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇനി റാദ്ദൂഹു ഇലൈക്കി വജാഇലുഹു മിനൽ മുർസലീൻ എന്നാ പറഞ്ഞത്. കുട്ടിയെ ഒഴുക്കി വിട്ടല്ലോ. ഇന്നാ റാദ്ദൂഹു ഇലൈക്കി വജാഇലുഹു മിനൽ മുർസലീൻ, കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരാം. വജാഇലുഹു മിനൽ മുർസലീൻ, കുട്ടിയെ മുർസലീങ്ങളിൽ പെടുത്തുകയും ചെയ്യാം. അതുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഫിറൗന്റെ അരികിലേക്ക് കുട്ടി എത്തുന്നത്. അങ്ങനെ കുട്ടിക്ക് മുല കൊടുക്കണം. ഫിറൗന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനത്താണോ നമുക്കറിയാമല്ലോ. ആസിയ ബീവി ഒക്കെ കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരു കുട്ടി അനുവദിക്കണ്ടേ? കുട്ടി കുടിക്കുന്നില്ല. വഹറംനാ അലൈഹിൽ മറാദിയ, മുല കൊടുക്കാൻ പല സ്ത്രീകളെയും അവിടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഒരൊറ്റ സ്ത്രീയെയും മൂസാ നബി എന്ന ആ കുട്ടി അനുവദിച്ചില്ല, മുല കൊടുക്കാൻ, കുടിച്ചതില്ല. വഹറംനാ അലൈഹിൽ മറാദിയ. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ദീനിന് വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും അള്ളാഹ് ചെയ്തു കൊടുക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഭൂമി താനത്തിന്മേൽ ദീനെ നടത്തുവാൻ വേദാംബർ തമ്മൂടെ ആള് ഞാനെന്നോ പറഞ്ഞു. മൂസാ നബി അലി ഇസ്ലാമിൻ്റെ അതേ ആ റൂട്ടിലാണ് മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു വരുന്നത്, പടച്ചവൻ്റെ ദീനിൻ്റെ പ്രചാരകനായിട്ട്.
അപ്പോൾ ആ മൂസാ നബിക്കുണ്ടായ അതേ അവസ്ഥ, ആ പ്രത്യേകത അള്ളാഹു തആല മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കും. അത് കൊടുക്കൂല എന്ന് പറയാൻ ആർക്കാണ് അവകാശം? എൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഞാൻ കൊടുക്കും എന്ന് അള്ളാഹു തആല പറഞ്ഞതാണല്ലോ. അവർക്ക് തൂലിജുൽ ലൈല ഫിന്നാരി തൂലിജുൻ നാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. പടച്ചവനെ നീ വിചാരിച്ചവർക്ക് കണക്കും കയ്യുമില്ലാതെ നീ കൊടുക്കും. അവർക്ക് റേഷൻ അടിസ്ഥാനത്തിലല്ല കൊടുക്കുക, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കും. അപ്പോൾ നമുക്കത് ഇത്രേ കൊടുക്കാവൂ, അതിലധികം കൊടുക്കൂല എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രവാചകന്മാർക്കുള്ള മൊയ്ജിദത്തുകൾ ഔലിയാക്കൾക്ക് കറാമത്തുകളായി സംഭവിക്കുന്ന പേരിൽ മാത്രമാണ്. അതും സാങ്കേതിക പ്രശ്നം മാത്രമാണ്. സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലയെ തൊടാത്തവർ എന്ന് പറഞ്ഞെങ്കിൽ അത് വളരെ ശരിയാണ്. പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച വസ്തുതയാണത്. ഇതുപോലെ തന്നെയാണ് അതിലുള്ള ഓരോ സംഗതികളും. ഇപ്പോൾ വിമർശിക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിമർശിക്കാം. പ്രവാചകന്മാരെ തള്ളി പറയുന്നവരില്ലേ? പ്രവാചകന്മാരുടെ മൊയ്ജിദത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരില്ലേ? അതൊന്നും മൊയ്ജിദത്തല്ല എന്ന് പറയുന്നവരില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഇങ്ങനെയുള്ളവരെ ഈ ലോകത്ത് കൊണ്ടുവരുന്നത്. ഇതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ മൊഹീദ്ദീന്മാരെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉത്തരം മുട്ടിപ്പോവും. ഈ മൊഹീദ്ദീന്മാല എഴുതുന്ന സമയത്ത് അതിന് മുമ്പ് അതിൻ്റെ എല്ലാ വരികളും നോക്കിയിരുന്നു. മൊയ്‌ദിയമാല വ്യാഖ്യാനം എഴുതണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് ദർസിൽ ഓതുമ്പോൾ തന്നെ ഉണ്ട്, സംഗതി പറഞ്ഞാൽ. കാരണം എൻ്റെ രാജ്യത്ത് ഭയങ്കരന്മാരായ മുജാഹിദീങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ രാജ്യത്തിനാണ് കാര്യമായ ചേകനൂർ പ്രവർത്തിച്ചത്. അവിടെ ടൗണിൽ ഒരു ലോഡ്ജിൽ ജുമാ നടത്തായിരുന്നു ചേകനൂർ. അവൻ്റെ ആൾക്കാർക്ക് പ്രത്യേകം ജുമാ, അതെന്ത് ജുമാ എന്നറിയില്ല. പിന്നെ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ ചേകനൂരിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അവിടെ. ഞാനൊക്കെ തിരൂർ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ ചെന്നാൽ ചേകനൂരൊക്കെ അതിലൊക്കെ നടക്കുന്നത് കാണാം. അപ്പോൾ ചില ആൾക്കാർ പറയും അതാണ് ചേകനൂർ എന്ന് പറയും. അതുപോലെ കുറേ മുജാഹിദീങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് എൻ്റെ രാജ്യം. അപ്പോൾ അവരെ പ്രസംഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ, ഇപ്പോൾ അവരുണ്ടെങ്കിലും അവരനങ്ങില്ല. പിന്നെ അവരുടെ ആ താവളത്തിൽ, അവരുടെ ആ കേന്ദ്രത്തിൽ മാത്രമേ അവർ സംസാരിക്കുള്ളൂ. അപ്പോൾ അവരെ ഈ പ്രസംഗം മാർക്കറ്റിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഒക്കെ ഇങ്ങനെ കേൾക്കും. അതിലൊക്കെ കാര്യമായിട്ട് അവർ പറയാറുള്ളത് മൊയ്‌ദിയന്മാർക്കെതിരാണ്. അപ്പോൾ അവർ ഈ പറയണത് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് ഇങ്ങനെ തോന്നുക ശരിയല്ല. പിന്നെ ഞാനിങ്ങനെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് ഇവന്മാർ പറയണത് എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഒരു 10-16 വയസ്സുണ്ടാവും. അന്ന് ഞാൻ പിന്നെ പള്ളിപ്പുറം, ചെമ്പ്രവട്ടം പള്ളിപ്പുറത്താണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അൽഫിയ മൊയ്ൻ തഫ്സീറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴേ ഇത് കേട്ടിട്ട് വല്ല കാര്യമുള്ളൂ. അപ്പോൾ അവർ ഈ പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കും. ഉസ്താദിനോട് പറയും, എടാ അതങ്ങനെ പോയിട്ട് മുജാഹിദാകരുതിട്ടാ എന്ന് പറയും ചെയ്യും. അപ്പം ഞാൻ അവർ പറഞ്ഞത് ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഉസ്താദ് ചിലതിന് മറുപടി പറയും, ചിലതിന് ഉസ്താദ് പെട്ടെന്നാണ് മറുപടി പറയില്ല. അപ്പം ഞാൻ പറയും, ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഉസ്താദ് എന്ന് ചോദിക്കും. തരക്കേടില്ല എന്ന് പറയും. അപ്പം നമ്മളപ്പോഴത്തെ ബുദ്ധിക്കനുസരിച്ച് ഉസ്താദ് നമുക്കൊരു പ്രേരണ നൽകണത്.
ചിലപ്പോൾ ഉസ്താദിന് അറിയായ്മ ഉസ്താദ് അഭിനയിക്കുകയാണ്. അപ്പം ചെറുപ്പത്തിൽ തന്നെ വിചാരിച്ച സംഗതിയാണ് ഇവർക്ക് എതിരിലൊന്ന് എഴുതണം, ഇതിങ്ങനെ വിടാൻ പറ്റൂല, ഇത് എഴുതേണ്ട സംഗതി തന്നെയാണ് എന്ന്. അങ്ങനെ മൊഹിദ്ദീൻ മാല പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങുന്നത് എടക്കുളത്ത് ദർസെന്നാണ്. എടക്കുളം ഞാൻ അവിടെ മുദരിസായ സമയത്താണ്. അവിടെ പിന്നെ 85 വിദ്യാർത്ഥികൾ അന്നുണ്ട്. 84 സംഭവം. അന്ന് മലപ്പുറം ജില്ലയിലെ വലിയ കോളേജിൽ ആകെ 15-25 ഒക്കെ വിദ്യാർത്ഥികളേ ഉള്ളൂ. എൻ്റെ അടുത്ത് അവിടെ 85 വിദ്യാർത്ഥികളുണ്ട്. അവിടെ അപ്പോഴാണ് ഞാൻ പിന്നെ മൊയ്‌ദീൻ മാല വ്യാഖ്യാനത്തിൻ്റെ 1ാം ഭാഗം എഴുതുന്നത്. പിന്നെ 1ാം ഭാഗം എഴുതുമ്പോൾ റമദാൻ ആയപ്പോൾ അത് തീർന്നില്ല. അപ്പോൾ അൽമുബാർക്കൊക്കെ ആരംഭിച്ചിരിക്കണം, അൽമുബാർക്ക് ഓഫീസിൽ ഒക്കെ ആരംഭിച്ചിരിക്കണം. അൽമുബാർക്ക് എന്നാണ് ഇത് ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ അൽമുബാർക്ക് ഓഫീസിൽ ഞാൻ ഇരുന്നാൽ കണ്ടമാനം പരിപാടിക്കാർ വരും. അന്നൊക്കെ എത്രയോ ഒരു ദിവസം 3-4 പരിപാടികളാണ്. ദർസും ഉണ്ടാവും, ദർസിന് 2ാം മുദരിസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പിന്നെ മാല എഴുതാൻ വേണ്ടി പിന്നെ തിരൂര് അവിടെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ ആരും അറിയാതെ, ഓഫീസിലുള്ളവർ മാത്രമേ അറിയുള്ളൂ, ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഞങ്ങൾ അറിയില്ല എന്നും പറയും അവർ. അങ്ങനെ എഴുതി തീർത്ത് 1ാം ഭാഗം എഴുതി തീർത്ത്. പിന്നെ 2ാം ഭാഗം ഞാൻ എഴുതുന്നത് അതിനുശേഷം ഞാൻ വടക്കേക്കാട് മുദരിസായി അവിടെ വെച്ചിട്ടാണ്. വടക്കേക്കാട് അവിടെ 2ാം മുദരിസായിട്ട് റഹ്മത്തുള്ള കാസിമി ഉണ്ടായിരുന്നു. തുള്ള കാസിമി എൻ്റെ അടുത്ത് നിന്നാണ് ദൈവത്തിലൊക്കെ പോയത്. ഉപരി പിന്നെ പോയി ഗൾഫിലൊക്കെ പോയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവിടെ 2ാം മുദരിസായി. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. അപ്പോൾ അവിടെ നിന്നാണ് ഈ മൊയ്‌ദീൻ മാല വ്യാഖ്യാനം 2ാമത്തെ എഴുതിയത്. അപ്പോൾ എനിക്ക് മൊയ്‌ദീൻ മാല വ്യാഖ്യാനം എഴുതുന്നതിന് മുമ്പ് തന്നെ എല്ലാ വരികളും ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു വരിൻ്റെ തെളിവ് കിട്ടിയിരുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഖുർആനാണ് ഖുർആൻ, ഹദീസാണെങ്കിൽ ഹദീസ്. ഖുർആനും പ്രബലമായ ഹദീസും മാത്രമാണ് ഞാൻ അതിൽ തെളിവ് ഉദ്ധരിച്ചിട്ടുള്ളത്. കാരണം ഇപ്പുറത്ത് ഇത് സുന്നികൾക്ക് വേണ്ടി എഴുതിയതല്ല, ഇത് എഴുതിയത് മറ്റവർക്ക് വേണ്ടിയിട്ടാണ്. സുന്നികൾ വായിക്കും. പിന്നെ അപ്പോൾ വളരെ വ്യക്തമായ തെളിവുകൾ, ഖുർആൻ, വ്യക്തമായ ഹദീസ്, സഹിഹ ഹദീസ് വെച്ചിട്ടാണ് ഉള്ളത്. പക്ഷെ ഒരു വരിൻ്റെ തെളിവ് എനിക്ക് ആദ്യം മുതൽക്കേ അറിയില്ലായിരുന്നു. എന്താണ് അതിനെ എഴുതുക, എന്താണ് ഇത്, അങ്ങനെ ആലോചിച്ച് പിന്നെ അപ്പോൾ ഏതായാലും ആ വരി എത്തുമ്പോഴല്ലേ അപ്പോൾ നോക്കാം എന്നും കരുതി നാളെയാണ് ആ വരി എഴുതേണ്ടത്. മറ്റൊക്കെ കഴിഞ്ഞ് ആ വരി എഴുതേണ്ടത് നാളെയാണ്. ആ വരി ഏതാ? അവരെ തടിയെല്ലാം പലതാനത്തായാലേ എന്ന് പറഞ്ഞ മൊയ്‌ദീൻ ഷെയ്ഖിൻ്റെ തടി ഒരേ സമയത്ത് പല ഭാഗങ്ങളിലായി പല സേവനങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു. ഒരാളുടെ തടി, ഒരു മഹാത്മാവിൻ്റെ തടി പല ഭാഗത്തും എത്തുക എന്നുള്ളത് ചരിത്രങ്ങളിലും കഥകളിലും ഒക്കെ ധാരാളമുണ്ട്, കിതാബുകളിലും ധാരാളമുണ്ട്. പക്ഷെ ഖുർആനിലെവിടെ, ഹദീസിലെവിടെ? ഇതാണുള്ള വിഷയം. അങ്ങനെ ഞാനിങ്ങനെ പിറ്റേ ദിവസമാണല്ലോ ഇതുണ്ട്. എന്താ റബ്ബേ, ഇനിയിപ്പോൾ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പറ്റൂല്ലോ. നമ്മൾ ആ തുടർച്ചയിൽ പോകുമ്പോൾ തുടർച്ചയിൽ പോകണം. ഒരു വരി ഒഴിവാക്കിയിട്ട് പോയാൽ അത് മതി പിന്നെ പ്രശ്നം. പിന്നെ ഇത് നമ്മളെ മുബാറക്കിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. ഓരോന്നും അതേ സമയത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ചിലവായും ചെയ്ത് പ്രീ പബ്ലിക്കേഷനിൽ തന്നെ മുഴുവൻ ചിലവായി പോയി. പ്രസിദ്ധീകരിക്കുന്ന കമ്പനി പിന്നെ കോഴിക്കോട് ഒരു കമ്പനിയായിരുന്നു അന്ന്. അവർക്ക് വിചാരിച്ച ലാഭമൊന്നും കിട്ടിയില്ല. കാരണം പ്രീ പബ്ലിക്കേഷനിൽ മുഴുവൻ പോയി. പിന്നെന്താ ചെയ്യുക? അങ്ങനെ എന്ത് ചെയ്യും പടച്ചോനെ, ഇതിപ്പോൾ എഴുതണമല്ലോ. അങ്ങനെ ഞാൻ അസ്റിസ്കരിക്കുകയാണ്. ഇമാമായിട്ട് അവിടെ പിന്നെ ഇവിടെ മഞ്ചേരിക്കാരനോട് മുഹമ്മദ് മുസ്ലിയാരാണ് അവിടുത്തെ ഖത്തീബൊക്കെ. മൂപ്പര് ഇമാമായി നിൽക്കുകയാണ്. ഞാൻ ഔത്തേപ്പള്ളിൻ്റെ ഇടത്ത് ഭാഗത്ത് പിന്നെ ചെരുവിൽ നിസ്കരിക്കുകയാണ്. ചിലപ്പോൾ മുദരിസ്മാരൊക്കെ അങ്ങനെയുള്ള മുദരിസ്മാരെ കൂട്ടത്തിലൊന്നും കൂടെ അതാ ഡീസൻറ്റിൽ ഒക്കെ പുറത്തല്ലേ നിൽക്കൽ. അപ്പോൾ
പിന്നെ അവിടെ ശല്യം ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ആ അപ്പം ഞാനവിടെ ഇങ്ങനെ നിൽക്കുന്നത് തെക്കിബീർ കിട്ടുമ്പോഴും എൻ്റെ മനസ്സിലിതാണ്. അങ്ങനെ ഒടുവിൽ അത്തയ്യാത്ത്, ആ അത്തയ്യാത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കുണ്ട് വന്ന് ഒരു തെളിവ്, ഒരായത്ത്. ആ ആയത്ത് പിന്നെ അപ്പം എനിക്ക് ചിലപ്പോൾ അത് ശരിയുണ്ടായിരിക്കും എന്ന് കരുതി ഞാൻ ഉടനെ നിസ്കാരം കഴിഞ്ഞ് വേക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെയുള്ള കുത്തുബ് ഖാനിയിൽ നോക്കി. കുത്തുബ് ഖാനിയിൽ ചെന്ന് പിന്നെ റാദി എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച അതേ വ്യാഖ്യാനമാണ്. കത് കാനത്തിലക്കും ആയത്തും ഫി ഫിഅത്തൈൻ ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫി സബീലില്ലാ വ ഫിഅത്തുൻ പിന്നെ അതിന് ഫി സബീലില്ലാ വ ഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റയൽ ലൈൻ. രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം പിന്നെ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ഇവരുടെ ഇരട്ടിയായിട്ട് കാണുന്നു. കാഫിര്യങ്ങളും മോമിനിയങ്ങളും. അതിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ഇരട്ടിയായിട്ട് അവിടെ കണ്ടു. യുദ്ധക്കളത്തിൽ ഇരട്ടിയായി കണ്ടു. അപ്പോൾ ആ കണ്ടവർക്ക് പിന്നെ ശത്രുവിനെ ഇരട്ടിയായിട്ട് കണ്ടവർ പേടിച്ചു പോയി. അതാരാണ് ഇരട്ടിയായി കണ്ടത്, ആരെയാണ് കണ്ടത്, അവിടെ വിഷയം. മുസ്ലിമീങ്ങളെ കാഫിരീങ്ങൾ അവരെ ഇരട്ടിയായിട്ട് കണ്ടുന്നോ, അതല്ല പിന്നെ മറിച്ച് കണ്ടുന്നോ, എന്താണ്? അതിൽ മുസ്ലിമീങ്ങളെ ഇരട്ടിയായിട്ട് കണ്ടു എന്നാണെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞോടത്തെത്തി. അങ്ങനെ റാദി എടുത്ത് നോക്കുമ്പോൾ പറയുന്നു വൽ അസഹു, ഇതിൽ ഏറ്റവും അസഹായ അഭിപ്രായം അവിശ്വാസികൾ അവിശ്വാസികളെ ഇരട്ടിയായിട്ട് കണ്ടു. 313 മുസ്ലിമീങ്ങൾ, അവിശ്വാസികളുടെ ഇരട്ടി പറഞ്ഞാൽ 2000 അല്ലേ? ഈ 313 2000 കണ്ടു എന്നാണ് അസഹായ അഭിപ്രായം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 313 2000 ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഒരു തടി ഒന്നിലധികം തടികളായി അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? 313 വിശ്വാസികൾ, മറ്റൊരു 1000 പേർ. ഈ 1000 പേര് അവരെ 2 ഇരട്ടിയായിട്ട് ആരെ കാണുകയാണ്? അപ്പം അള്ളാഹ് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണുകയാണ്. ഇതാണ് അസഹായ അഭിപ്രായം. പിന്നെ എനിക്ക് ദുനിയാവിൽ നിൽക്കാൻ സ്ഥലമില്ല. അങ്ങനെ അതങ്ങോട്ട് വെച്ച് പിന്നെ വേറെ പല തെളിവുകളും മറ്റും എല്ലാം കൂടി വെച്ച് ഇത് അടിസ്ഥാന തെളിവായിട്ട് വെച്ചു. പിന്നെ വേറെ ചില തെളിവുകളും അതൊക്കെ വായിച്ചാലറിയാം, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അടിച്ചു തീർത്തു. അതായിരുന്നു എനിക്കൊരു പ്രശ്നം, ആദ്യം മുതൽക്കുള്ള പ്രശ്നം. അത് പടച്ചവൻ്റെ അനുഗ്രഹത്താൽ അത് ആ മുനാജാത്തിൻ്റെ സമയത്ത് തന്നെ കിട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഓരോ വരിക്കും അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതിൻ്റെ ചരിത്രപരമായ സംഗതികൾ അത് ബഹജത്തുൽ അസ്റാർ അവർ ചൊന്ന ബൈത്തൊന്നും ബഹജ കിതാബിനൊക്കെ കാളി മുഹമ്മദ് കണ്ടെന്നറിയുവാളന് കാട്ടിത്തരും പോലെ പിന്നെ കാളി മുഹമ്മദ് അതെന്നീ പേരുള്ളവർ അവർ ചൊന്ന ബൈത്തൊന്നും ബഹജ കിതാബിന്നും അങ്ങനെ തെക്കുമീലാ തന്നെയൊന്നും കൊണ്ടോവർ. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബൈത്തുണ്ട്. ബഹജ കിതാബാണല്ലോ ആദ്യം പറഞ്ഞു. ബഹജത്തുൽ അസ്റാർ മുഹീദ്ദീനുൽ ഇർബിലി, മുഹീദ്ദീൻ ശൈഖിൻ്റെ ശിഷ്യന്മാരിൽ നേരിട്ട് ശിഷ്യന്മാരായിട്ട് വന്ന ഒരു പണ്ഡിതനാണ് മുഹീദ്ദീനുൽ ഇർബിലി. അദ്ദേഹം എഴുതിയതാണ് ബഹജത്തുൽ അസ്റാർ. ബഹജ എന്നുള്ള പേരിൽ പല ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഈ ബഹജത്തുൽ അസ്റാർ അതിൽ മുഹീദ്ദീൻ ശൈഖിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും വർഷത്തെയും ഓരോ ആഴ്ചയിലെയും സംഭവങ്ങൾ
അത് ചരിത്രപരമായി ശരിക്കും സനത് ഒപ്പിച്ചിട്ട് സനദിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അത് ആ ബഹജത്തുൽ അസ്റാർ. പിന്നെ ആ ബഹജത്തുൽ അസ്റാറിൻ്റെ മാർജനിൽ മൊയ്തീൻ ഷെയ്ഖ് ചൊല്ലിയ ബെയ്ത്തുകളുണ്ട്. അത് അവർ ചൊന്ന ബെയ്ത്ത് പറഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖ് ചൊല്ലിയ ബെയ്ത്ത്. ബഹജ കിതാബ് എന്ന് പറഞ്ഞാൽ മറ്റേ ബഹജ, ഇർബുലിയുടെ ബഹജ. അങ്ങനെ തക്മീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പിന്നെ ഈ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ബെയ്ത്തിൻ്റെ അവസാനമായിട്ട് തെക്മിലത്തും ഫീ വഫാത്തിഹി എന്നൊക്കെ പറഞ്ഞിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണം പറഞ്ഞിട്ട് ഒരു തെക്മില എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നുമാണ് ഈ മൊഹീദ്ദീൻ മാലയുടെ പ്രമാണം. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാവിധ സാഹിത്യ പിന്നെ ശക്തിയും അതിലുണ്ട്. സാഹിത്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും മൊയ്തീൻ ഷെയ്ഖിൻ്റെ ബെയ്ത്തിലുണ്ട്. ഇപ്പോൾ ഇംരീൽ ഖൈസ് തുടങ്ങിയവരുടെ ബെയ്ത്തുകൾ നാം സാധാരണ കേൾക്കുന്നതും പാടുന്നതൊക്കെയാണ്. അതിനേക്കാളേറെ നല്ല ശൈലി, നല്ല പ്രയോഗം, കേൾക്കുമ്പോൾ തന്നെ ആശയം മനസ്സിൽ അത് പ്രകാശിച്ചു വരുന്നത്, അങ്ങനത്തെ ബെയ്ത്തുകളാണ് മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബെയ്ത്ത്. അദ്ദേഹം പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ സംഭവം, സീനാ പർവ്വതത്തിൽ ചെന്നു, അവിടുന്ന് പ്രകാശം കണ്ടു. അപ്പോൾ പിന്നെ അല്ലാഹു തആല മൂസാ നബിയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ ആ സംഭവങ്ങൾ മൂപ്പരുടെ ആത്മീയമായൊരു ദർശനമായിട്ട്, അള്ളാഹുമായുള്ള ആത്മീയമായൊരു ബന്ധമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സഅയ്തു മആലി തൂരി ഖൽബി മുനാദിയ ലിറബ്ബി ഹത്താ അംബദത് ലി ലവാമിയു. എൻ്റെ ഹൃദയത്തിൻ്റെ സീനാ പർവ്വതത്തിൽ ഞാൻ കയറി. സഅയ്തു മആലി തൂരി ഖൽബി മുനാദിയ ലിറബ്ബി ഹത്താ അംബദത് ലി ലവാമിയു. അങ്ങനെ എനിക്ക് ദൈവീകമായ പ്രകാശ രശ്മികൾ എന്നെ ബാധിച്ചു. സഅയ്തു മആലി തൂരി ഖൽബി മുനാദിയ ലിറബ്ബി ഹത്താ അംബദത് ലി ലവാമിയു വഖല്ലഫ്തു അഹ്ലി വഹിയ നഫ്സി തറക്തുഹാ. അവിടെ വെച്ച് ഇപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം സീനാ പർവ്വതത്തിലേക്ക് വെളിച്ചം കണ്ടപ്പോൾ ഭാര്യനെയും കുട്ടികളെയും അപ്പുറം നിർത്തിയിട്ടാണ്. എന്നല്ല, അത് എനിക്കും സംഭവിച്ചു. ഖല്ലഫ്തു അഹ്ലി, എൻ്റെ അഹ്ലിനെ ഞാൻ മാറ്റി നിർത്തി. പോയി നഫ്സി, എൻ്റെ നെഫ്സിനെയാണ്. ഞാൻ എൻ്റെ നെഫ്സിനെ മറന്നുപോയി, ഞാൻ എന്നെ മറന്നുപോയി. ഖല്ലഫ്തു അഹ്ലി വഹിയ നഫ്സി തറക്തുഹാ വജിഅ്തു ഇല നാരില്ലത്തി ഹിയ സാതിഉ. പ്രകാശിച്ചു നിൽക്കുന്ന ആ മരത്തിൻ ആ പ്രകാശം, അതിലേക്ക് ഞാൻ ചെന്നു. മൂസാ നബി ചെന്നില്ലേ? ഇതിനാറ ഞാൻ തിരി കത്തിച്ചു കൊണ്ടുവരാം, അതിൽ നിന്നുള്ളൊരു തിരി ഞാൻ കത്തിച്ചു കൊണ്ടുവരാം. അതാണ് ആ കബസ്, അതാണ് ഇഖ്തിബാസ് എന്ന് സാഹിത്യത്തിൽ, പിന്നെ അറബി സാഹിത്യത്തിൽ വന്ന് ഇഖ്തിബാസ് ഒരു സംഭവം അത് അതേപോലെ ഇങ്ങോട്ട് ഉദ്ധരിച്ചിട്ട് അതിൽ നിന്ന് വേറൊരു രൂപം കൊണ്ടുവരാം. ഇഖ്തിബാസ് അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അവിടെ പാടുന്നുണ്ട്. എന്നോട് പിന്നെ എൻ്റെ ശരീരത്തെയും എൻ്റെ നഫ്സിനെയും ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു. അപ്പം പിന്നെ എന്താണ് ആ ഒരു പ്രത്യേകമായ ആത്മീയ ശക്തി? മനുഷ്യൻ്റെ സിറ് എന്ന് പറയുന്ന ഒന്നുണ്ട്. സിറ് അത് റൂഹുമല്ല, അത് ശരീരവുമല്ല, ഒന്നുമല്ല. ആത്മാവ് ഒഴിഞ്ഞു പോയാലും ഈ ആത്മാവുമായുള്ള ഒരു പ്രത്യേക രഹസ്യബന്ധം അത് മഹാത്മാക്കൾക്കുണ്ടാവും. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ ആ ബെയ്ത്തുകളുണ്ടല്ലോ, അത് നാം ശരിക്കും ഒരു ഭാഷ അറിയുന്ന പണ്ഡിതൻ വിലയിരുത്തുകയാണെങ്കിൽ ഇംരീൽ ഖൈസ് ഒന്നും ഒരു വിഷയവുമല്ല. പറയുമ്പോൾ മൊയ്തീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു അനറബിയാണ്, അറബിയല്ല. ഈജിപ്തും മറ്റൊക്കെ അന്ന് അനറബി രാജ്യങ്ങളാണ്, അറബിയല്ല.
ഒരിക്കൽ ആത്മീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു കണ്ടു എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി വരുത്തിയതാണ് തൻ്റെ അരികിലേക്ക്. എന്നിട്ട് പറഞ്ഞു, തക്കല്ലം അന്നി, എനിക്ക് വേണ്ടി ജനങ്ങളോട് സംസാരിക്കണം, ജനങ്ങളോട് എനിക്ക് വേണ്ടി സംസാരിക്കണം. ആരോട്? എല്ലാവരോടും സംസാരിക്കണം. എനിക്കറിയില്ലോ, എനിക്ക് സംസാരിക്കാൻ, ഞാൻ അനറബിയാണല്ലോ, അജമിയാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തവർ, വേദം വിളങ്ങി പറയുവാൻ മടിച്ചാരേ, വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തവർ. റസൂലുള്ളാഹി വായിൽ തുപ്പി അനുഗ്രഹിച്ചു. അങ്ങനെ പിന്നെ എല്ലാ ഭാഷയും ആരാണോ മുന്നിൽ വരുന്നത് അവരോടൊക്കെ സംസാരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം ലോകം കീഴടക്കിയത്. 18 രാജ്യത്തുനിന്ന് പിന്നെ സ്വന്തം രാജ്യം, എന്താണ് ആ സ്വന്തം രാജ്യത്തിൻ്റെ പേര്? മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ സ്വന്തം രാജ്യം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈജിപ്തിലേക്ക് വന്ന് 140 കിലോമീറ്ററാണ് ഈജിപ്തിൻ്റെ ആ തലസ്ഥാനത്തേക്ക്. അവിടെ വന്ന് അവിടെ പിന്നെ 18 വർഷം അവിടെ ദർസിൽ പഠിച്ചു. 18 വയസ്സ് വരെ പഠിച്ചു, ദർസിൽ പഠിച്ചു. പിന്നെ ഉയർന്ന പഠനം 25 വരെ പഠിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലോകം കറങ്ങി 25 ആണ്ടോളം ചുറ്റി നടന്നവർ, നന്നായി 90 കാലം വീരുന്നവർ. ആ 25 വർഷം 40 വർഷം എന്താ പിന്നെ പറഞ്ഞ് 40 വർഷം പിന്നെ അവിടെ വന്ന് മൂപ്പര് കോളേജിൽ അവിടെ 40 വർഷം അവിടെ ജനങ്ങൾക്ക് വേണ്ടി 25 വർഷം ചുറ്റി നടന്നു ലോകത്ത് എല്ലാ മലയോരങ്ങളിലും. മറ്റേ ആ വലിയ ഒരു പിന്നെ തായ്വാരുണ്ടല്ലോ, വലിയ പിന്നെ മരുഭൂമി, എന്താ മരുഭൂമിൻ്റെ പേര്? ലോകത്തെ വലിയ മരുഭൂമിൻ്റെ പേര് സഹാറ. സഹാറ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി 25 ആണ്ടോളം ചുറ്റി നടന്നു അവർ. പിന്നെ 40 വർഷം വയല് പറഞ്ഞോ, 40 വർഷം ഇമ്മിയായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ ഇരുന്നു. അങ്ങനെ നന്നായി 90 കാലം ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ആ കാലത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം അദ്ദേഹം വേണ്ടതെല്ലാം കൊടുത്തു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ ആളുകൾ വന്നിരുന്നു. അന്ന് പിന്നെ വിസ വേണ്ട, പാസ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട. നടക്കാൻ അറിയോ അവിടെ എത്തും, നടന്നാൽ മതി. പിന്നെയാണ് തടസ്സങ്ങളെല്ലാം വന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി പകർത്തുകയാണ് മഹാനായ ഖാദി മുഹമ്മദ് നബ്ബറല്ലാഹു മർക്കദഹു അവർ. അദ്ദേഹം മഹാപണ്ഡിതനായി. മുജാഹിദീങ്ങൾ ചിലർ ചോദിച്ചു, ഇത്ര വലിയ പണ്ഡിതനായിട്ട് ഈ ജാതി ശിർക്കാണോ എഴുതി വെച്ചിരിക്കുന്നത്? അത് ശിർക്കല്ല, അത് ശിർക്കാന്ന് പറഞ്ഞ ഇവരെ കിർക്കാണ്. ഇവർക്ക് ഒന്നും അറിഞ്ഞൂടാ, എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ മുഹ്യിദ്ദീൻ ശൈഖിനെയും ഖാദി മുഹമ്മദിനെയും എല്ലാം മുശ്രിക്കാക്കുന്നൊരു പരിപാടിയാണ്. യാതാലൊരുത്തനും അള്ളാട് തേടുകയിൽ എന്നെക്കൊണ്ടല്ലാവൂ തേടുകയെന്നു അവർ. ആരെങ്കിലും അള്ളാഹിനോട് ചോദിക്കണേ, എന്നോട് ചോദിച്ചു. മഹാത്മാക്കളെ തവസ്സുലാക്കുക എന്നുള്ളത് അറിയപ്പെട്ട സംഗതിയല്ലേ. പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല എന്ന് ദുആ ചെയ്തല്ലോ. അബ്ബാസ് എന്നവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു.
പടച്ചവനെ അബ്ബാസ് എന്നവരെ കൊണ്ട് ഞങ്ങളിതാ നിന്നെ ബന്ധപ്പെടുന്നു, നീ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്ന് അങ്ങനെയും ഉമർ റളിയല്ലാഹു തആല അൻഹു യാതാലൊരു തേരായി അള്ളാട് തേടുമെങ്കിൽ എന്നെ കൊണ്ട് അള്ളാട് തേടുവിനെന്ന്. ഇങ്ങനെയുള്ള തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളോട് ചോദിക്കുകയാണ്. അള്ളാഹു തആല അവരോട് ചോദിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞതാണ്, വെറുതെ പറയല്ല. ദുആ മുഴുവനും ദുആ അള്ളാഹിനോട് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ശിർക്കാണ്. ദുആ അള്ളാഹിനോട് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ശിർക്കാണ്. അപ്പോൾ പിന്നെ എൻ്റെ നാട്ടിൽ ഈ പറഞ്ഞത് 2 മുജാഹിദീങ്ങൾ വന്നിരുന്നു ഇരിക്കാൻ. ഇപ്പോഴൊന്നുമല്ല, കുറച്ച് മുമ്പ് നമ്മളെ ചോദിച്ച് ശരിയാക്കാൻ വേണ്ടി വന്നതായിരുന്നു. അള്ളാഹിനോടെ ചോദിക്കാൻ പാടുള്ളൂ, ദുആ അള്ളാഹിനോടെ മാത്രം പാടുള്ളൂ, അല്ലാതെ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅക ഫഅജിബ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായുള്ള ബന്ധം അത് 6 പാലിക്കേണ്ട നിയമങ്ങൾ. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടാൽ സലാം പറയും. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅക ഫഅജിബു, അവൻ നിന്നെ വിളിച്ചാൽ നീ ഉത്തരം നൽകണം. അപ്പോൾ ദാ എന്ന് പറഞ്ഞാൽ ദുആ ഉള്ളോ. അപ്പോൾ അവൻ നിന്നെ ദുആ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ അവൻ ശിർക്കിലേക്ക് വിളിച്ചു. അപ്പോൾ ആ ശിർക്ക് ചെയ്ത് കൊടുക്കുക എന്നാ അതിൻ്റെ അർത്ഥം. ഇതാ ദഅക ഫഅജിബുഹു എന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇല്ല. അവർ കറങ്ങി ഇങ്ങനെ നടക്കണം. ഇപ്പം എൻ്റെ നാട്ടിൽ ആ കറക്കൊന്നുമില്ല. അവർക്ക് മനസ്സിലായി ഒന്നും ഇവിടെ നടക്കൂല എന്നുള്ളത്. ഒന്നും നടക്കൂല എന്ന് മനസ്സിലായി. മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്, തെരീക്കത്തുണ്ട്, എല്ലാ സംഗതികളും അവിടെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഇപ്പോൾ പ്രത്യക്ഷത്തിലില്ല. പ്രത്യക്ഷത്തിൽ നമ്മളെ മഹലിൻ്റെ കീഴിലുള്ള മഹല് മദ്രസൻ്റെ പരിപാടികളൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ ആദ്യമേ അതിനനുസരിച്ച് കൈകാര്യം ചെയ്തു. നമ്മൾ തുടക്കത്തിൽ അത് വേണ്ടമാതിരി കൈകാര്യം ചെയ്യണം. കുറച്ച് മുന്നോട്ട് പോയാൽ ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടും. അപ്പോൾ നമുക്ക് അവരെ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും വലിയ നമുക്കുള്ള ഏറ്റവും വലിയ അവർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മൊയ്തീൻ മാലയാണ്. അത് തന്നെയാണ് നമുക്കിതിൽ അവർ കൊണ്ടുവരുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ എത്രയോ ബൈത്തുകളുണ്ട് മൊയ്തീൻ മാലയിൽ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത് പിന്നെ ചിലർക്ക് തോന്നും അത് കുറച്ച് ഏറിപ്പോയല്ലോ, മൊയ്തീൻ ഷേഖ് അങ്ങനെ പറഞ്ഞത് ഏറിപ്പോയല്ലോ എന്ന്. ഒന്നും ഏറുന്നില്ല. എല്ലാം അത് അള്ള വിചാരിച്ചവർക്ക് തൊറുതുക്കും അന്തഷാവും ബിഗൈരി ഇസ്ലാം എന്ന് പറഞ്ഞില്ലേ. നീ വിചാരിച്ചവർക്ക് കണക്കും കയ്യും പരിധിയുമില്ലാതെ പോകും. ഐ തൊഴുത്തി അതാൻ ജദീലൻ ജമീലൻ ബിലാ ഹസ്രിൻ വലാ ഹദ്ദിൻ വലാ ഹസ്രിൻ വലാ തഅദാദിൻ ഫിദ്ദുനിയ വലാഖിറ. ഇബ്നു കസീറിൻ്റെ തഫ്സീർ അതുപോലുള്ള തഫ്സീർ. അങ്ങനെ നീ വിചാരിച്ചവർക്ക് നീ കണക്കില്ലാതെ കൊടുക്കുന്നു പറഞ്ഞാൽ ഐ തൊഴുത്തി അതാൻ ജസീലൻ ജമീലൻ ബിലാ ഹസ്രിൻ വലാ തഅദാദിൻ ഫിദ്ദുനിയ വലാഖിറ. കണക്കും കയ്യും പരിധിയും ഇല്ലാതെ, ഒരു റേഷനുമില്ല, എല്ലാം ഒന്നായിട്ട് അടിച്ച് മിന്നി കൊടുക്കുകയാണ് നീ വിചാരിച്ചവർക്ക്. വിചാരിച്ചവർ മയ്യഷാനി അള്ളാഹു നീ തുരുത്തി എത്താൻ ജദീലൻ ജമീൽ നീ കൊടുക്കുന്ന വിചാരിച്ചവർക്ക്. ആ വിചാരിച്ചവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? ആത്മീയമായിട്ട് അള്ളാഹു തആല കൊടുക്കുന്ന ഔലിയാക്കന്മാരുണ്ട്. നമുക്ക് അതിൻ്റെ പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. ഇനി ഭൗതികമായിട്ട് അള്ളാഹു തആല കൊടുക്കുന്നവരുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എല്ലാ ഭാഗവും. ഇതാരാ കൊണ്ടുവന്നത്? ഇത് പള്ളിക്കലത്തെ ഇമാമാ, പള്ളിക്കലത്തെ ഖത്തീബ, നമ്മളെ ദീനിൻ്റെ നേതാക്കന്മാരാ? അല്ല, ഭൗതികന്മാർ. അവർക്ക് ആ നിലക്കാണ് കൊടുത്തത്. ആ വകുപ്പിൽ തന്നെ ദജ്ജാലിന് കൊടുത്തത്. ആ വകുപ്പിൽ തന്നെയാണ് ഇബിലീസിൻ്റെ പിന്നെ സംവിധാനങ്ങൾ എന്തൊക്കെ. നമ്മൾ ഈ മൊബൈലൊന്നല്ല ഇബിലീസിൻ്റെ അടുത്തുള്ളത്. ഇബിലീസ് വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സെക്കൻഡുകൾ കൊണ്ട് യാത്ര ചെയ്യാം.
ഇതെല്ലാം ഇബ്ലീസിന് എവിടുന്ന് കിട്ടിയ? അള്ള കൊടുത്തതാണ്. നീ വിചാരിച്ചവർക്ക് കണക്കും കയ്യും പരിധിയുമില്ലാതെ പടച്ചവൻ നീ കൊടുക്കൂ എന്ന് പറയൂ നബിയെ. ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അത് മഹാത്മാക്കൾക്ക് അവരുടെ മഹത്വത്തിൻ്റെ പേരിൽ കൊടുക്കുകയാണ്. അതാ മൊയ്തീൻ ശേഖർ കൊടുത്തത്, അതാണ് ബദരീങ്ങൾക്ക് കൊടുത്തത്. ഒരു തടി പല തടിയായല്ലോ, അതെങ്ങനെ അതിൻ്റെ പണി? ഇന്ന് റോബോട്ടുകളെ അങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. അറ്റടുത്തൊക്കെ എത്തട്ടോ, എത്തൂല എന്നൊന്നും പറഞ്ഞൂടാ. എല്ലാം ഇവിടെ എന്തും വരും. ഇപ്പം പിന്നെ മനുഷ്യനെ തന്നെ ഇനി ഇവിടെ സൃഷ്ടിക്കും, അതിലൊന്നും സംശയിക്കണ്ട. ഇതിൻ്റെ പുതിയ AI പുസ്തകത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിവിടെ സംഭവിക്കും. അത് അല്ലെങ്കിലും പിന്നെ ഇത് മറ്റേ ദജ്ജാൽ വന്നാൽ മനുഷ്യനായാത്താക്കുമല്ലോ, ഒരാളെ കൊല്ലൂ എന്നിട്ട് അയാളെ ആയത്താക്കും. അതൊക്കെ ഇവിടെ നടക്കും. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ AI സംവിധാനത്തിൻ്റെ ആളായിരിക്കും. ഏറ്റവും വലിയ AI നമ്മളിവിടെ കാണുന്നതല്ലേ. ഇപ്പോൾ റോബോട്ടുകളാണ് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. റോബോട്ട് മനുഷ്യൻ പറയുന്നത് പോലൊക്കെ ഈ ആരാണോ അതിൻ്റെ ശാസ്ത്രജ്ഞൻ അവൻ പറയുന്നത് പോലൊക്കെ ചിങ്ങോട് വളാറുമ്പോൾ അങ്ങോട്ട് വരികയാണ്. പോടാന്ന് പറയുമ്പോൾ പോവും, ചിരിക്കടാന്ന് പറയുമ്പോൾ ചിരിക്കും. അതുപോലെ എന്ത് വേണമെങ്കിലും ഓഫീസ് വർക്കൊക്കെ ചെയ്യും. മഹാത്മാക്കളാണ് ഇത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് അല്ലാഹു തആല അവരുടെ കറാമത്ത്, അവരുടേതായ മഹത്വത്വം, ആത്മീയമായ മഹത്വത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് അത് കറാമത്ത് എന്ന് പറയും. ഇവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് അവരെ കൂടുതൽ അവരുടേതായ ആ മാർഗത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ അവർക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാക്കി അവസാനം ഇങ്ങോട്ട് പിടിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം ഇവിടെ വരും. മനുഷ്യനെ തന്നെ ഇവിടെ സൃഷ്ടിക്കും. അതൊക്കെ ചിലപ്പോൾ നമ്മളെ കാലത്ത് തന്നെ സംഭവിക്കും, ഇല്ലെന്നും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലിടയ്ക്ക് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അന്നത്തെ പോപ്പ് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഈ ഉണ്ടാക്കപ്പെടുന്നതൊക്കെ അടിമയായിട്ട് വരും. ശാസ്ത്രജ്ഞന്മാരുടെ അടിമകളായിരിക്കും ഈ മനുഷ്യരൊക്കെ. അപ്പോൾ അത് പറ്റില്ല. ഉണ്ടാക്കിയാലും അടിമകളാവില്ല. വാപ്പാൻ്റെ മകൻ വാപ്പാൻ്റെ അടിമയാണോ? വാപ്പയെല്ലാം ഉണ്ടാക്കിയത്. ഉമ്മാൻ്റെ അടിമയാണോ ഉമ്മാൻ്റെ കുട്ടി? ഉമ്മയല്ലേ പ്രസവിച്ചത്. അവരെ ശാരീരിക ഘടനയല്ലേ ഈ കുട്ടീൻ്റെ ശാരീരിക ഘടന. അപ്പോൾ അതുകൊണ്ടൊന്നും അടിമത്തം ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ എന്തെല്ലാം വരും, പല അത്ഭുതങ്ങൾ ഇവിടെ വരും. അതിൻ്റെ എല്ലാം ഉള്ളടക്കങ്ങൾ നമുക്ക് മൊഹീദ്യമാല നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മൊഹീദ്യമാല വിശദമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വിവരത്തിന് പരിധിയില്ല, നമ്മുടെ ചിന്തക്ക് പരിധിയില്ല, ചിന്തക്ക് സിലബസുമില്ല. അങ്ങനെ സിലബസ് നിശ്ചയിച്ചാൽ ആ ചിന്തക്ക് പിന്നെ പ്രസക്തിയില്ല. ചിന്ത അങ്ങനെ മുന്നോട്ട് പോയിട്ട് അതിനെ നയിക്കാൻ വേറെ നിയമങ്ങൾ വേണം. അല്ലാഹ് മനുഷ്യനിക്ക് ചിന്താശക്തിയാണ് ആദ്യം കൊടുക്കുന്നത്. അവനക്ക് ആ ചിന്താശക്തിയുമായി എവിടെയും യാത്ര ചെയ്യാം, ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെടാം. എന്നാൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണ്ടേ എന്നതിന് അവനക്ക് അടിസ്ഥാനപരമായൊരു സിലബസ്, അതാണ് നേരത്തെ നാം പഠിച്ചു വെച്ച നമ്മുടെ അടിസ്ഥാന സിദ്ധാന്തം. പക്ഷെ ചിന്തക്ക് പരിധിയില്ല. നമ്മൾ എന്തെല്ലാം ചിന്ത നമ്മളറിയാതെ കടന്നു വരും, ഇല്ലേ? അങ്ങനെ കടന്നു വരുന്നില്ലെങ്കിൽ നമ്മളെ തലച്ചോറ് ശരിയല്ല എന്നതിൻ്റെ അർത്ഥം. അതിലേക്ക് വന്നുകൊണ്ടിരിക്കണം, അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. വരുന്നതിന് തടസ്സമുണ്ടാകാൻ പാടില്ല. അതാണ് ചിന്ത. ആ ചിന്തനെ തടയിടുന്ന ആ ചിന്ത കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ഒരു സിലബസ്, ഒരു ശാരീരികമായ അടിസ്ഥാനപരമായ ഒരു ബേസ് നമുക്ക് വേണം. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്തും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാലേ ഈ കാര്യങ്ങളെല്ലാം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊഹീദ്യമാലയും റിഫായിമാലയും ഒക്കെ
എന്നോട് പല ആളുകളും റിഫായിമാലൊക്കെ വ്യാഖ്യാനം എഴുതാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു മൊയ്തീമാല അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. അത് ഉൾക്കൊണ്ടാൽ പിന്നെ റിഫായി മാലക്കും അത് കുഴപ്പമില്ല. അതേ തെളിവ് റിഫായി മാലക്കും ഉണ്ടായിരിക്കും. പിന്നെ ചില വരികളിൽ വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസം സംഗതി ഇതുപോലെ തന്നെയായിരിക്കും. അല്ലാടെ ഏകൽക്കു റുതി പറയുമ്പോൾ ആലത്തിലെല്ലാവരും കേൾക്കും മാതൊന്നോവർ ഇഫായ് ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞാണ്. അള്ളാടെ ഏകൽക്കു റുതി പറയുമ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ കൽപ്പന പറയുക റുതി പറയുമ്പോൾ ലോകത്തിലെല്ലാവരും കേൾക്കും മാതൊന്നോവർ. ലോകത്തെല്ലാവരും ആരൊക്കെ അത് കേൾക്കണമെന്ന് മൂപ്പര് വിചാരിക്കുന്നു. മൂപ്പര് ശിഷ്യന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അവർ കേൾക്കണമെന്ന് വിചാരിച്ച് അവരൊക്കെ കേൾക്കും. അള്ളാടെ കേൾക്കൂറി പറയുമ്പോൾ ആലത്തിലെല്ലാവരും കേൾക്കും പാത്തുന്നവർ. എന്നിട്ട് അവിടെ തന്നെ തെളിവ് പറയാണ്, ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളിച്ചപ്പോൾ ഹുക്കുമാലുടയോവൻ കേൾപ്പിക്കുമെന്നോവർ. എന്താ പരിപാടി? ആലത്തിലെല്ലാവരും കേൾക്കും, എന്നിട്ട് പറയാ ഹജ്ജാൽ ഖലീലുള്ള തങ്ങൾ വിളിച്ചപ്പോൾ ഹുക്കുമാലുടയോവൻ കേൾപ്പിക്കുമെന്നോവർ. ഇതൊക്കെയാണ് മനസ്സിലാക്കുമ്പോൾ ഈ മൊഹീദി മാലയും റിഫായി മാലയും ഒക്കെ അത് രണ്ടും തമ്മിൽ എതിരാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കും. ഇല്ല, രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മദ്ഹബുകളെ കുറിച്ചും പ്രചരിപ്പിച്ചിരുന്നു. 4 മദ്ഹബും തമ്മിൽ എതിരാണ്. എന്തിനാണിത്? തല്ലുണ്ടാക്കാനല്ലേ എന്ന്. പിന്നെ തല്ല് അവർ തമ്മിൽ തന്നെ ആയി. മുജാഹിദീങ്ങൾ 18 വിഭാഗമായി, 18ഉം തമ്മിൽ തല്ലാണ്. തല്ലാനാ 18 ആയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, വിവരമുള്ളവരോട് ചോദിക്കണം. അറിവില്ലാലോകേരെ അറിവാക്കന്മാരോട് ചോദിച്ചറിവീരേ. അറിവില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കണം. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ ബിൽ ബയ്യിനാതി വസ്സുബൂർ. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കണം. അത് തെറ്റാണ്, അത് കൊള്ളൂല എന്ന് വിചാരിക്കലല്ല. അതറിയുന്നവർ ലോകത്തുണ്ടാവും. അതുകൊണ്ട് അവരോട് ചോദിക്കണം. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ ബിൽ ബയ്യിനാതി വസ്സുബൂർ. തെളിവുകളും പ്രമാണങ്ങളും ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് അറിയുന്നവരുണ്ട്, അവരോട് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ മറുപടി കിട്ടും. ഇനി ആ അറിവ് അവരോട് ചോദിച്ച് മറുപടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിശബ്ദരാകാം. ഇങ്ങനത്തെ ഒരു സംഗതി തള്ളിപ്പറയാൻ പാടില്ല. നമുക്കറിയാത്തതൊക്കെ തള്ളിപ്പറയാം. നമുക്ക് തെളിവ് കിട്ടിയില്ല എന്നാൽ പിന്നെ ഈ ഖാദി മുഹമ്മദൊക്കെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അതാ ഇവർ തന്നെ മുജാഹിദീങ്ങൾ തന്നെ ചോദിച്ചു, ഇത്രയും വലിയ പണ്ഡിതനായിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമോന്ന്. ഇത്രയും വലിയ പണ്ഡിതനായിട്ട് ഇങ്ങനെയൊക്കെ പറയുമോന്ന്. ഇത്രയും വലിയ പണ്ഡിതനായതുകൊണ്ടാണ് ആ പറഞ്ഞത്. അപ്പോൾ വിവരമില്ലെങ്കിൽ നാം വിവരമുള്ളവരോട് ചോദിക്കണം. ഇപ്പോൾ എന്തൊക്കെ പുതിയ 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 കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. അതിനൊക്കെ വ്യക്തമായ മറുപടികൾ ഖുർആൻ നോക്കിയാലും ഹദീസ് നോക്കിയാലും ഷെയ്ഖന്മാരുടെ, അവരുടെ മൊഹീദി ഷെയ്ഖിൻ്റെയും റിഫായി ഷെയ്ഖിൻ്റെയും ഒക്കെ അവരുടേതായ നിർദ്ദേശങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നാളിപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലോ ഇവിടെ ഒന്ന് കണ്ട്, പിന്നെ ഇബ്ലീസിനെ നന്നാക്കാൻ ഇശാഇ ഷെയ്ഖിന് സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇബ്ലീസിനെ നന്നാക്കാൻ ഇശാഇ ഷെയ്ഖിന് സാധിക്കും. അത് റിഫായി മാലയിൽ ഒരു ബെയ്ത്തുണ്ട്. പിന്നെ ഇബ്ലീസ് അവരെ ചതിപ്പാനായി വന്നാരെ ഇപ്പോൾ നീ എന്നെ തൂടേരെന്ന് ചൊന്നോവർ എങ്കിലോ നിന്നെ ഞാൻ അവൽ മക്കാമതിൽ ആക്കിത്തരാമെന്ന റൂതി പറഞ്ഞോവർ. ഇബ്ലീസ് മൂപ്പരെ ചതിക്കാൻ ചെന്നു. അതുപോലെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ അടുത്തും ചെന്നിട്ടുണ്ട്.
അപ്പോൾ ഇബ്ലീസ് അവരെ ചതിക്കാനായി ചെന്നാരേ, ഇപ്പോൾ നീ എന്നെ ഇപ്പോൾ എടാ നമുക്കേ ഇപ്പം നീ എന്നെ പിടിച്ചോ, എന്നാൽ നിൻ്റെ അവ്വൽ മക്കാമുണ്ടല്ലോ ആദ്യം ആദം നബിനെറ്റൊക്കെ ബന്ധപ്പെട്ട ആ കാലത്തുള്ള അവ്വൽ മക്കാം അങ്ങോട്ട് എത്തിച്ചു തരാം. അപ്പം ഇബ്ലീസൊന്നും നരകത്തിലല്ലേ, ആ ഇബ്ലീസിനെ പിന്നെ എങ്ങനെയാ നന്നാക്കല്? തനി വിവരക്കേടല്ലേ ആ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടോ? കേട്ടിക്കണ? എന്താണ് ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാം ഒന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ പഠിച്ചവൻ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യംഹുല്ലാഹു മാ യശാ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. അല്ല വിചാരിച്ചത് അവൻ മായ്ച്ചു കളയും. മായ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എഴുതിയത് മായ്ക്കുക പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് വേണ്ടെന്നല്ലേ അല്ലേ? യംഹുല്ലാഹു മാ യശാ, അല്ല വിചാരിച്ചത് അല്ല മായ്ച്ചു കളയും. വയുസ്ബിതു, അവൻ വിചാരിച്ച് നിലനിർത്തുകയും ചെയ്യും. വഇൻദഹു ഉമ്മുൽ കിതാബ്, അടിസ്ഥാനപരമായ നിയമം അവൻ്റെ അരികിലുണ്ട്. വഇൻദഹു ഉമ്മുൽ കിതാബ്. അപ്പോൾ നമുക്ക് തന്നതും ഇപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ. ആദ്യം അല്ല ഫർളാക്കിയ എത്ര നിസ്കാരാ? 50 നേരത്തെ നിസ്കാരല്ലേ? പിന്നെ ചുരുക്കി മഹാത്മാവായ മൂസ നബി അലൈഹി ഇസ്ലാം ബന്ധപ്പെട്ട് അല്ലാ 5 ചുരുക്കി, വീണ്ടും ബന്ധപ്പെട്ട് 5 ചുരുക്കി, 9 തവണ ബന്ധപ്പെട്ട് 9 × 5 45 ചുരുക്കി അല്ലേ? അല്ല പറഞ്ഞ എന്താ 50 അല്ലേ? പിന്നെ ആ 5 ചുരുക്കി. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇല്ല മൂസാ നബി പറഞ്ഞു, ഇനി വേണമെങ്കിൽ ചുരുക്കാൻ നമുക്ക് നബി എന്ന് പറഞ്ഞു. അറിഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ ഒരു 5 അല്ലേ, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അല്ല പറഞ്ഞെന്താ? ദാലിക ഖംസുൻ വഹിയ ഖംസൂൻ. ഇപ്പോൾ ഉള്ളത് 5 ആണ്, അത് തന്നെ ആദ്യത്തെ 50. ഇപ്പോൾ ഉള്ള 5 ആണ്, അത് തന്നെയാണ് ഏത് ആദ്യത്തെ 50. അപ്പോൾ ആദ്യമേ അല്ല വിചാരിച്ചെത്ര? എത്രയാണ്? 5 ആണ്. അതേ സമയത്ത് അല്ല എന്ത് പറഞ്ഞു? അത് പ്രത്യക്ഷത്തിൽ യംഹുല്ലാഹു മാ യശാ, അല്ല വിചാരിച്ചത് അല്ല മായ്ച്ചു കളയും എന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാവുന്ന തെളിവാണ്. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ പടച്ചോൻ്റെ അടുത്തുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് യംഹുല്ലാഹു മാ യശാ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ, ഞാൻ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായി ഞാൻ പറഞ്ഞ ചിന്തിക്കണം. പക്ഷെ ആ ചിന്ത അങ്ങനെ മുന്നോട്ട് പോകും. ചിന്തപ്പോൾ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങനെ പോയാൽ വണ്ടി പിന്നെ നമ്മളോട് നിങ്ങൾ ഇറങ്ങണ്ടേ, നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എത്ര പോകണമെന്നൊന്നും വണ്ടി പറയില്ല. വണ്ടി അങ്ങനെ പോകും. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പിന്നെ പറയണ്ട, പിന്നെ അങ്ങനെ പോകും. അപ്പോൾ എവിടെ എത്തണം, എവിടെ നിർത്തണം എന്നുള്ളൊരു സിലബസ് നമ്മളെടുത്ത് ആദ്യം വേണം. അപ്പോൾ വണ്ടി പോകുന്ന പോലെ ചിന്ത പോകും. പക്ഷെ ആ ചിന്ത എന്തിനുപയോഗിക്കാം, എന്ത് ചെയ്യാം എന്നുള്ളതിന് ഇപ്പുറത്ത് നമുക്ക് ഒരു സിലബസ് വേണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയമം ഉൾക്കൊള്ളുന്ന ഡയറി. ആ ഡയറി തസ്കിറത്ത് വഇന്നഹു ലതസ്കിറ എന്നാണ് പടച്ചോൻ പറഞ്ഞത്. അത് ശരിക്കുള്ള ഡയറിയാണ്. നമ്മുടെ നിയമങ്ങൾ ലതസ്കിറ, അതെന്താണ്? ജീവിതത്തിൻ്റെ, ഈ നിയമം ജീവിതത്തിൻ്റെ ഡയറിയാണ്. നജഅൽനാഹാ തസ്കിറത്തൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് ഡയറിയാണ്, അവർക്കതിൽ നോക്കണം. അപ്പോൾ ചിന്തന അങ്ങനെ കയറൂരി വിടാൻ പാടില്ല. ചിന്ത ഇങ്ങനെ നമ്മളുമായി പോകും. പക്ഷെ ഇപ്പുറത്ത് സിലബസ് വേണം. അതാണ് ഈ സിലബസാണ് സുന്നത്ത് ജമാഅത്ത്. ഏത് ഏയിക്കാരൻ വന്നാലും ആര് വന്നാലും നമുക്ക് പതറേണ്ട യാതൊരു ആവശ്യവുമില്ല, ഒരു ആവശ്യമില്ല. ദജ്ജാൽ വന്നു മരിച്ചവരായാത്താക്കും, അങ്ങനെ പലതും ചെയ്യും. നമുക്ക് പതറേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ നാം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്.
അതൊന്നും പുതിയതല്ല, ഒന്നും പുതിയതല്ല. ഈ നിലക്ക് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം. ഇതാണ് എനിക്ക് എന്നോടാദ്യമായിട്ടും നിങ്ങളോടും ഒക്കെ പറയാനും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും ബന്ധപ്പെടാം. നിങ്ങൾ